ചക്കുടുമീനും മനുഷ്യക്കുട്ടിയും. അതൊരു വലിയ കടലായിരുന്നു. പഞ്ഞി പോലെയുള്ള വലിയ തിരമാലകളും ഇളം നീല വെള്ളമുള്ള കടല്. കടലിന്റെ ആഴം കണ്ടിട്ടുണ്ടോ? കുറേ താഴെയാണ്. അവിടെ ഇരുട്ടാ. സൂര്യപ്രകാശം അവിടേക്ക് എത്തുകയില്ല. എന്നാൽ അതിന്റെ തൊട്ടു മുകളിലായി നല്ല ഭംഗിയുള്ള പവിഴപ്പുറ്റുകളും വർണ്ണ കല്ലുകളൊക്കെ ഉണ്ട്. ആ കടലിലെ എണ്ണിയാൽ തീരാത്ത മീനുകളിൽ ഒരാളായിരുന്നു ചക്കുടു. ചുറ്റുള്ള മീനുകളും ആൽഗകളും പാറക്കല്ലുകളും ഒക്കെ ചക്കുടു കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം അമ്മയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് നോക്കിയ ചക്കുടു ഒരു വലിയ തിമിംഗലം പോകുന്നത് കണ്ടു. ഏയ് മാമാ, തിമിംഗലം മാമാ, എവിടെ പോവാ? ചക്കുടു വിളിച്ചു ചോദിച്ചു. മറുപടി ഒന്നും കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, എവിടെ പോവാന്നോ ചക്കുടു? അതൊരു കപ്പലാണ്, ഈ കടലിന് മുകളിൽ കൂടെ പോകുന്ന ഒരു വാഹനം. ചക്കുടുവിന് അത്ഭുതമായി. കടലിന് മുകളിലൂടെയോ? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ചെറിയൊരു ചിരിയോടെ മീനച്ചൻ പറഞ്ഞു തുടങ്ങി. ഈ കടലിനപ്പുറം എന്തൊക്കെ കാണാനുണ്ട് ചക്കുടു. അവിടെ കുറെ ജീവികളുണ്ട്, മനുഷ്യന്മാരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇവരുടെയൊക്കെ വീടുണ്ട്, കാടുണ്ട്, പുഴയുണ്ട്. കുട്ടി ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ? നമുക്കൊരു ദിവസം പോവാം. ഇതു കേട്ട ചക്കുടുമീൻ ഒരു ദിവസം കര കാണാൻ തീരുമാനിച്ചു. കടലിനു മുകളിലേക്ക് നീന്തി എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ ചക്കുടു ഞെട്ടിപ്പോയി. കടലിന്റെ തീരത്ത് അതാ കുറെ ആളുകൾ സൊറ പറഞ്ഞിരിക്കുന്നു. അവൾക്ക് ലേശം പേടിയാ തോന്നിയത്. തന്റെ കുഞ്ഞു ചിറകുകൾ വീശി ചക്കുടു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഷൂ, ഈ ജീവികൾ ഇത് എന്താ ചെയ്യുന്നത്? വെള്ളത്തിൽ നിന്ന് കരക്കേറി നിൽക്കുന്നോ? അതെ, വേഗം വെള്ളത്തിലേക്ക് ഇറങ്ങൂ, അവിടെ ഒന്നും ശ്വാസം കിട്ടില്ല. ഇതു പറഞ്ഞതും തൊട്ടടുത്തു നിന്നും ഒരു ചിരിയാണ് ചക്കുടുമീൻ കേട്ടത്. അയ്യോ, അത് സഞ്ചാരിയായ ആമക്കുട്ടനായിരുന്നു. ആമ ചക്കുടുമീനിനെ നോക്കി പറഞ്ഞു, അവര് മനുഷ്യന്മാരാ ചക്കുടു. വെള്ളത്തിനിടയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഓഹോ, അങ്ങനെയായിരുന്നോ? അതെനിക്ക് അറിയേയില്ലായിരുന്നു. പുതിയ അറിവായല്ലോ ആമക്കുട്ട. എന്നും പറഞ്ഞ് ചക്കുടുമീൻ കരയുടെ അടുത്തേക്ക് നീന്തി നീന്തി പോയി. അവിടെ കടപ്പുറത്ത് കടലിൽ കുറിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടു. തിരമാലയിൽ കുളിക്കുന്ന കുട്ടികളെ കണ്ടു. തിളങ്ങുന്ന ബലൂണുകളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന കടകൾ കണ്ടു. ആകാശത്തേക്ക് പറക്കുന്ന പട്ടം കണ്ടു. പലതരം വാഹനങ്ങളിൽ വന്നിറങ്ങുന്നവരെ കണ്ടു. ചക്കുടുവിന് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ചക്കുടു ആലോചിച്ചു, ഓ ഓ ഓ, അപ്പൊ രാത്രി ഉറങ്ങാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു തരാറുള്ള കരയിലെ കഥകളൊക്കെ സത്യമായിരുന്നല്ലേ? അതൊക്കെ വെറും ഉണ്ടാക്കി കഥകളാണെന്നാണ് ചക്കുടു കരുതിയിരുന്നത്. ഹായ്, എത്ര തരം ജീവികളാ കരയില്! അവരൊന്നും നീന്താത്തതെന്താ? ഇവരെന്താ ഓടി വരുന്ന ഏതോ ജീവിയിലൊന്നും ഇറങ്ങുന്നത്? എന്താ കാണുന്ന തിളങ്ങുന്ന സാധനം? ആകാശത്തേക്ക് പറക്കുന്ന ജീവിയെ ഈ മനുഷ്യക്കുട്ടികൾ എന്തിനാ പിടിച്ചു വലിക്കണേ? ഇങ്ങനെ പലതരം സംശയങ്ങളുമായി നിൽക്കുമ്പോ കരയുടെ അടുത്തേക്ക് പോയാലോ എന്നൊരു ആശ വന്നു ചക്കുടുമീനിന്. അപ്പോ അടുത്ത് കണ്ട തിരമാലയോട് ചക്കുടുത ഇങ്ങനെ ചോദിച്ചു, തിരമാല ചേച്ചി, തിരമാല ചേച്ചി, ഓ, എന്നെ ഒന്ന് ആ കരയുടെ അടുത്തേക്ക് എത്തിക്കോ? ആ കരയിലേക്കാ? എന്നാ എന്റെ തോളിൽ കയറിക്കോളൂ എന്നും പറഞ്ഞ് തിരമാല ചക്കുടുമീനിനെ തോളിലേറ്റ് കരയുടെ അടുത്തുവരെ കൊണ്ടുപോയി. ചക്കുടു ഒരു സുന്ദരി മീനല്ലേ? അവളെ കണ്ടതും ഒരു മനുഷ്യക്കുട്ടി ഓടി വന്നു. അയ്യോടാ, എന്തു ഭംഗിയുള്ള മീനാ എന്നു പറഞ്ഞു വന്ന കുട്ടി ചക്കുടുവിനെ പിടിക്കാൻ കൈനീട്ടി. അപ്പോൾ അല്പം പേടിച്ചെങ്കിലും ചക്കുടുവിനും കര കാണാൻ പോകണമെന്ന് ആഗ്രഹം തോന്നി. ഏതു ജീവിയുടേതായാലും കുട്ടികളല്ലേ, അവർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ അവരെളുപ്പം കൂട്ടായി. കരയിലെ ഓരോ കഥയും മനുഷ്യക്കുട്ടി ചക്കുടുവിനോട് പറഞ്ഞു. കടലിനടിയിലെ വിശേഷങ്ങൾ ചക്കുടുമീൻകുട്ടിയും പങ്കുവച്ചു. അപ്പോൾ മനുഷ്യക്കുട്ടി ചക്കുടുമീനിനെ കര കാണാൻ ക്ഷണിച്ചു. കുറച്ചു നേരം ആലോചിച്ചിട്ട് ചക്കുടു പറഞ്ഞു, മനുഷ്യക്കുട്ടി, ഞാൻ ഇന്ന് നിന്റെ കൂടെ വരുന്നില്ല.
കടലിനടിയിൽ എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയോടും അച്ഛനോടും ഒക്കെ സമ്മതം ചോദിച്ചിട്ട് നാളെ വരാം. എന്നിട്ട് ചക്കുടു കടലിനടിയിലേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി മുഴുവൻ ചക്കുടുമീനിന്റെ കണ്ണിൽ കരയായിരുന്നു. കര കണ്ട കഥകൾ അമ്മയോടും അച്ഛനോടും വിവരിച്ചു. എന്നിട്ട് ചക്കുടു ചോദിച്ചു, അമ്മേ, ഒരു ദിവസം ഞാൻ ഒന്ന് കര കാണാൻ പൊക്കോട്ടെ? കടലിൽ നിന്നും കര കാണാനാകും ചക്കുടുവിന്റെ പരിപാടിയെന്ന് കരുതിയ അമ്മ സമ്മതിച്ചു. അടുത്ത ദിവസം രാവിലെ ചക്കുടുമീൻ തുള്ളിച്ചാടി കടൽക്കരയിലെത്തി. ചക്കുടുവിന്റെ കൂട്ടുകാരിയായ മനുഷ്യക്കുട്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിലെ കുഞ്ഞു ചില്ലുപാത്രത്തിലേക്ക് കുറച്ചു കടൽ വെള്ളം നിറച്ച് മനുഷ്യക്കുട്ടി ചക്കുടുവിന് നേരെ നീട്ടി. ഞാൻ കര കാണാൻ പോവാണേ എന്ന സന്തോഷത്തിൽ ചക്കുടുമീൻ ചാടി തുള്ളി ചില്ലുപാത്രത്തിൽ കയറി. പിന്നെ യാത്രയായിരുന്നു. കാറിൽ കയറിയ അവർ മനുഷ്യക്കുട്ടിയുടെ വീട്ടിലെത്തി. അവളുടെ മുറിയിൽ മേശപ്പുറത്തു വെച്ച ചില്ലുപാത്രത്തിലിരുന്ന് ചക്കുടുമീൻ കാഴ്ചകൾ കണ്ടു. മനുഷ്യക്കുട്ടി ഫോണും അതിലെ കാർട്ടൂണും ഒക്കെ കാണിച്ചു കൊടുത്തു. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. അവർ കുറേ സംസാരിച്ചു. നല്ല രസമായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോ ചക്കുടുമീനിന് കുഞ്ഞു പാത്രത്തിൽ ജീവിക്കാൻ പറ്റാതെയായി. കണ്ണെത്താ ദൂരത്തോളം പരന്ന കടലിൽ ജീവിച്ച ചക്കുടുമീനുണ്ടോ കുഞ്ഞു ചില്ലുപാത്രം മതിയാവുന്നു? ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോ ചക്കുടുമീനിന് വിഷമം വന്നു തുടങ്ങി. മനസ്സിലെ കടൽ അവളെ വിളിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യക്കുട്ടി സ്നേഹത്തോടെ നോക്കിയിട്ടും കഥകള് പറഞ്ഞിട്ടും ചക്കുടുമീനിന് സങ്കടം മാറിയില്ല. ഇത് മനസ്സിലാക്കിയ മനുഷ്യക്കുട്ടി ചില്ലുപാത്രവും എടുത്ത് കടൽക്കരയിൽ പോയി. ചക്കുടുവിനെ തിരമാലയിലേക്ക് ഇറക്കിവിട്ടു. നല്ല കൂട്ടുകാർക്ക് പരസ്പരം മനസ്സിലാക്കാനാകുമല്ലോ. അപ്പോ ചക്കുടു പറഞ്ഞു, മനുഷ്യക്കുട്ടി, നമുക്ക് ഇനിയും കാണാം. ഇടയ്ക്കിടെ ഞാൻ തിരമാലയിൽ കയറി കരയുടെ അടുത്ത് വരാം. നീയും വരില്ലേ എന്നെ കാണാൻ? മനുഷ്യക്കുട്ടി സ്നേഹത്തോടെ ചക്കുടുമീനിനെ തലോടിക്കൊണ്ട് ചിരിച്ചു. കഥ ഇഷ്ടായോ? ഓരോരുത്തർക്കും അവരവരുടെ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണ്, അല്ലേ?